കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിലെ അൻസാരി പാർക്ക് ശോചനീയാവസ്ഥയിൽ. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കൂടി കളിക്കാൻ പാകത്തിലൊരുക്കിയ പാർക്കിലെ റൈഡുകളെല്ലാം ഉപയോഗശൂന്യമായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അവധിക്കാലമായതിനാൽ നിരവധി കുട്ടികളാണ് പാർക്കിലെത്തി നിരാശരായി മടങ്ങുന്നത്. കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് മാനാഞ്ചിറ സ്ക്വയർ. സായാഹ്നം മനോഹരമാക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. എന്നാൽ സ്ക്വയറിലെ അൻസാരി പാർക്കിന്റെ അവസ്ഥയാണ് ഇപ്പോൾ വേദനയാകുന്നത്. കുട്ടികൾക്കായി ഒരുക്കിയ മനോഹരമായ പാർക്കാകെ ശോചനീയാവസ്ഥയിലാണ്. റൈഡുകളെല്ലാം ഉപയോഗശൂന്യമായി. പാർക്കിലെത്തുന്ന കുട്ടികളെല്ലാം നിരാശരായി മടങ്ങുകയാണ്. കുട്ടികൾക്കായുള്ള റൈഡുകളിൽ മുതിർന്നവർ ഉൾപ്പെടെ കയറാറുണ്ടെന്നും എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാനോ പരിപാലിക്കാനോ പാർക്കിൽ ആരും ഉണ്ടാകാറില്ലെന്നുമാണ് ഉയരുന്ന ആക്ഷേപം. കൃത്യമായി പരിപാലിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നുവെന്നും ജനങ്ങൾ പറയുന്നു. അവധിക്കാലം ആഘോഷമാക്കാൻ പാർക്കിലെത്തുന്ന കുട്ടികളെല്ലാം പരിഭവത്തിലാണ്. ഏറെ പ്രതീക്ഷയോടെ അവരെയും കൊണ്ടുവരുന്ന മാതാപിതാക്കളും. ഞങ്ങൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ കുട്ടികളൊക്കെ കൊണ്ട് ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ റൈഡ്സ് ഇത് മാത്രമേ ഇപ്പോൾ ഇവിടെ വർക്കിംഗ് ആയിട്ടുള്ളൂ. ഇപ്പോൾ ബാക്കിയൊക്കെ ഇങ്ങനെ ഒരു സീറ്റ് ഒക്കെ പൊളിഞ്ഞെടുക്കണം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിരുന്നെങ്കിൽ നന്നായേനെ. ബാക്കിയെല്ലാം പിന്നെ നമ്മൾ റൗണ്ടായിട്ട് കറങ്ങുന്ന സാധനം, പിന്നെ അതുപോലെ സീസോ, അതൊക്കെ ഒന്ന് നന്നാക്കിയാൽ നന്നായിരുന്നു. സ്ക്വയറിന്റെ വിവിധ ഭാഗങ്ങളിൽ മരക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടതിനാൽ ഇഴജന്തുക്കളുടെ ശല്യമാണെന്നും ആക്ഷേപമുണ്ട്. അതോടൊപ്പം പാർക്കിലെ പ്രതിമകളും വാട്ടർ ഫൗണ്ടനുമെല്ലാം നാശത്തിന്റെ വക്കിലാണ്. മാനാഞ്ചിറ സ്ക്വയറിന്റെ പരിപാലനത്തിനോ നവീകരണത്തിനോ കോർപ്പറേഷൻ താല്പര്യം കാണിക്കാത്തത് എന്താണെന്നാണ് ജനങ്ങളുടെ ചോദ്യം. ഇതിനെപ്പറ്റി ഡിപ്പാർട്ട്മെന്റിന് യാതൊരു ശ്രദ്ധയില്ല. കോർപ്പറേഷൻ എന്ന് പറഞ്ഞ സാധനം നോക്കാനില്ല. പാമ്പ് പാഞ്ഞിന് ഇതൊക്കെ കുട്ടികളെ ഓടിക്കുക. അപ്പം എന്നിട്ട് അവർ കാണിച്ചു നമുക്ക് ഈ ചണ്ടി ഇങ്ങനെ അടിച്ചു കൂട്ടിയിട്ട് ഇതിൻ്റെ അങ്ങോട്ട് ക്രോസ് ചെയ്യണം അവിടെ. എന്നിട്ട് അത് എങ്ങോട്ടാണ് പോയെന്നുള്ള കുട്ടികൾ പറഞ്ഞാൽ അവിടെ തന്നെ ഉണ്ട്, അങ്ങോട്ട് പോകണ്ടായില്ല പോകണ്ടെന്ന് പറഞ്ഞു. ഇത് കണ്ടില്ല ഞങ്ങൾ കാട് കെട്ടി കിടക്കണം. പിന്നെ ഇതാ ഫൗണ്ടൻ, ഒരൊറ്റ ഫൗണ്ടും വർക്ക് ചെയ്യുന്നില്ല. ഇത്ര ഫൗണ്ടനുണ്ട് ഇവിടെ, ഒന്നതാ അവിടെ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യുന്നില്ല, അതിനെപ്പറ്റി നോക്കണില്ല. റെസ്റ്റ് പിടിച്ച് നശിച്ചു പോയിരുന്നു. കൃത്യമായ പരിപാലനമോ നവീകരണമോ ഇല്ലാതെ നാശത്തിന്റെ വക്കിലാണ് മാനാഞ്ചിറ സ്ക്വയറിലെ അൻസാരി പാർക്ക്. കോർപ്പറേഷൻ ഇനിയും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ പാർക്ക് നാമാവശേഷമാകുമെന്ന് ഉറപ്പ്. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. കുട്ടികൾക്ക് സൗജന്യമായി പ്രവേശിക്കാൻ കഴിയുന്ന കോഴിക്കോട്ടെ പ്രധാന പാർക്കാണ് മാനാഞ്ചിറ സ്ക്വയറിലെ അൻസാരി പാർക്കെന്നും അതിന്റെ ശോചനീയാവസ്ഥ കോർപ്പറേഷൻ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും BJP ജില്ലാ വൈസ് പ്രസിഡന്റും കൗൺസിലറുമായ ടി റനീഷ് പറഞ്ഞു. അടുത്ത കൗൺസിലിംഗിൽ വിഷയം അവതരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏറ്റവും സാധാരണക്കാരൻ്റെ ഉല്ലാസ കേന്ദ്രമായിട്ടുള്ള മാനാഞ്ചിറയിലെ അൻസാരി പാർക്ക്, പ്രത്യേകിച്ച് കുട്ടികളും കുടുംബാംഗങ്ങളൊക്കെ വന്ന് അതൊരു പണച്ചെലവുമില്ലാതെ അവർക്ക് ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു കേന്ദ്രമാണ്. അവിടെ കുട്ടികൾക്ക് ഇപ്പോൾ കളിക്കാനുള്ള പാർക്ക് അതിൻ്റെ അവസ്ഥ വളരെ മോശമാണ്, ശോചനീയമാണ്. പല ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. മാത്രമല്ല രാത്രി ഇരുട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചില മരങ്ങളൊക്കെ വെട്ടിയിട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പാമ്പുകൾ പോലുള്ള ജന്തുക്കൾ അതിൽ വസിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ വിഷയത്തിനകത്ത് അടിയന്തരമായി കോഴിക്കോട് കോർപ്പറേഷൻ ഇടപെടണം. മാനാഞ്ചിറ പോലുള്ള ഒരു പൊതുസ്ഥലം സാധാരണ ഇപ്പോൾ പണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആളുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല ആക്ടിവിറ്റീസുകൾ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ സാധാരണക്കാരനൊരു ഉല്ലാസ കേന്ദ്രമാണ് മാനാഞ്ചിറ സ്ക്വയർ. അപ്പോൾ ആ പ്രദേശത്തെ അൻസാരി പാർക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം അതുണ്ടാക്കേണ്ടത് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളൊക്കെ പൂട്ടി കുട്ടികൾ പുറത്തിറങ്ങുന്ന സമയമാണ്. ഈ സമയത്ത് അവിടെ ഇത്തരത്തിലുള്ളൊരു ശോചനീയാവസ്ഥ അത് വളരെ മോശമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ എത്രയും പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് അൻസാരി പാർക്ക് നവീകരിക്കാനുള്ള പദ്ധതി രൂപീകരിക്കണമെന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. അടുത്ത കൗൺസിലിനകത്ത് ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കുന്നതായിരിക്കും.